ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. ഞാൻ ഇന്ന് എൻ്റെ യാത്ര ചിറ്റൂർ ഡാമിലെ കണ്ടോ. ചിറ്റൂർ പണി നടക്കാതെ പോയ ഒരു ഡാമുണ്ട്, ചിറ്റൂർ ഡാം. അങ്ങോട്ടാണ് ഞാൻ പോണത്. എൻ്റെ കൂടെ ഇവിടുത്തെ ഒരു രാജാവ് എന്ന് തന്നെ പറയാം, അട്ടപ്പാടിയിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോണത്. തോമസ് സാറ്. അപ്പൊ ഇതാണ് തോമസ് സാറ്. സാറേ നമസ്കാരം. അപ്പൊ ഞങ്ങൾ ഇന്ന് യാത്ര അപ്പോ പോവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അച്ചായന്റെ കൂടാണ് പോകുന്നത്. അച്ചായന് കുറെ വർഷങ്ങളായില്ലേ ഇവിടെ? ഞാൻ ഇവിടെ വന്നിട്ട് 1969 ലാസ്റ്റ് കയറിയത്. 69 വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 69 വയസ്സ്. ഓ, ഇപ്പൊ 75ാമത്തെ വയസ്സാണ്. ഓ, പക്ഷെ 75 വയസ്സിന്റെ അത് തോന്നില്ല കേട്ടോ. ആ ചുറുചുറുപ്പുണ്ടല്ലോ. ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് അധ്വാനിക്കും. അതാ വേണ്ട. അട്ടപ്പാടിയിലെ ആദ്യത്തെ ജീപ്പ് എന്റെയാണ്. പെട്രോൾ ജീപ്പ് KLF 534. പെട്രോൾ ജീപ്പ് KLF 534. നമ്പർ വരെ മറന്നില്ല അല്ലേ? ഓക്കെ. അടുത്ത ജീപ്പ് KL7 5868. ഇപ്പൊ KL7 AP 1802. അങ്ങനെ 3 വണ്ടി. ശരിക്കും ഓരോരോ KL17H 1177. ഇതൊക്കെ നമ്പർ നല്ല ബൈഹാർട്ടാണല്ലോ. അതെ അതെ, ഏത് കാര്യവും ബൈഹാർട്ടാണ്. ഇത്രയും 75 വയസ്സായിട്ടും എല്ലാം ഓർമ്മയിലുണ്ട്. എല്ലാം ഓർമ്മയില്ല. ഓക്കെ, അതന്നെ വേണ്ട ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ഏത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും പഴയ IG സന്ധ്യ IGയോട് ചോദിച്ചാലും പറയും പഴയ SI ഉണ്ണിരാജ DSP ആയിട്ട് റിട്ടയർഡ് ആയി. ഇവർ 2 റിട്ടയർഡായി. അവരുള്ള കാലത്ത് ഒരു പുതിയ എമ്പതിക്കുള്ള കേസ് ഉണ്ടായിരുന്നു. കൊന്നവനെ തെളിയിക്കാൻ നടന്നത്. അവരെ ഞാൻ പിടിച്ചു കൊടുത്തു 37-ാം ദിവസം. ഓ, അത് വലിയ സ്കെയിലായിരുന്നു. അത് വലിയ ന്യൂസ് ഭയങ്കര ന്യൂസ് ആയിരുന്നു. 37 ദിവസം കൊന്നവൻ തെളിയിക്കാൻ നടക്കുക. അവനെയാണ് ഞാൻ പിടിച്ചു കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ജീപ്പ് ഈ ജീപ്പ് ഞാൻ എന്റെ വണ്ടി പെയിന്റിങ്ങിന് നിർത്തിയതുകൊണ്ട് വേറൊരു വണ്ടി വാടകയ്ക്ക് ഉണ്ടാക്കാം. അങ്ങനെ വെള്ളിയാഴ്ച നമ്മുടെ വണ്ടി കിട്ടും. വെള്ളിയാഴ്ച നമ്മുടെ വണ്ടി കിട്ടും. അപ്പൊ അച്ഛന്റെ വണ്ടി അല്ല ഈ വണ്ടി എന്റെ അല്ല. എന്റെ വണ്ടി പെയിന്റിങ്ങിന് കൊടുത്തു. വെള്ളിയാഴ്ച കിട്ടും. ആ ജീപ്പേ പറ്റുള്ളൂ. ഇപ്പൊ ഇരിക്കുന്നത് ഡാമിന് കെട്ടാൻ എടുക്കുന്ന സ്ഥലത്തിന്റെ പാളം തെളിയിച്ചേക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ട് ശരിക്കും ഇവിടുത്തെ എത്തൂല, ഇല്ല, കോഴിക്കുളത്തേക്ക് എത്തും. കോഴിക്കുളം. അതെ, ഈ റോഡ് പണിയാൻ വേണ്ടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റിന് പല പ്രാവശ്യം പെറ്റീഷൻ കൊടുത്തു. ഇപ്പോ നമ്മൾ ഇപ്പൊ ചെന്ന് നിൽക്കുന്നത്, ഇപ്പൊ പോകുന്നത് പാറ തെളിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെ, ഏകദേശം എത്ര ഏക്കർ സ്ഥലം വരുന്നുണ്ട്? പാറ തെളിച്ചത് എല്ലാം കൂടി ഒരു 1500 ഏക്കറോളം വരുന്നുണ്ട്. ഡാമിന് വേണ്ടി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അക്വസിഷൻ ചെയ്യാത്ത സ്ഥലമുണ്ട്. ഇതാണ് പാറ തെളിച്ച സ്ഥലം. അപ്പൊ ഞങ്ങളിപ്പോ ജീപ്പിൽ വന്ന് നിർത്തി. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടാണ് ഞങ്ങൾ ഡാം കെട്ടേണ്ട സ്ഥലം. ഓ, ഡാം കെട്ടേണ്ട പാറ തെളിച്ചിരിക്കുന്ന സ്ഥലം ഇക്കരെ നിന്ന് അക്കരമേട്ടിലേക്ക്. അങ്ങോട്ടാണ് അക്കരമേട്. അക്കരമേട് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന എർത്ത് വർക്ക് ചെയ്തായിരുന്നു പാറ തെളിച്ചായിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൽ കൂടെ ഇങ്ങനെയാണ് ഡാം കെട്ടുക. ഓ, ചിറ്റൂർ ഡാം. അതെ, ഇത് സെർവാണി ഡാമിൽ നിന്ന് പല പോഷക ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ വെള്ളം. മഴക്കാലത്ത് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവും. ഞാൻ 69 അട്ടപ്പാടി കയറിയെങ്കിലും 76-77 കാലഘട്ടത്തിലാണ് ഈ സ്ഥലം ഇവിടെ ഡാമിന്റെ പരിപാടിക്ക് ഉത്ഭവം തുടങ്ങുന്നത്. അപ്പോ ഇവിടെ എർത്ത് വർക്ക് ചെയ്ത് ഈ പരിസരത്തിന്റെ
മണ്ണെണ്ണ ടിന്നിൽ വെള്ളം ചോന്നിട്ടാണ് അക്കരെ മേറ്റിലും ഇക്കരെ മേറ്റിലും നിന്ന് ഈ ബോറിംഗ് നടന്നത്. ഡീസൽ എഞ്ചിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ബോർ തുടങ്ങുന്നത്. അന്ന് ഇവിടെ കറണ്ട് ഇല്ല, യാതൊന്നുമില്ല. ആ കാലത്തില് ഇത് ഡാമിന് വേണ്ടി ഉദ്ഭവം തുടങ്ങി, പിന്നെ എർത്ത് വർക്ക് തുടങ്ങി, കണ്ടമാനം മെഷീനറീസ്, പാറ മിറ്റടിക്കാനുള്ള മിഷൻ സെറ്റ് ചെയ്തു, മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ ഈ പരിപാടി നിന്നുപോയി. അക്കോസ് ഏകദേശം 99% അക്കോർ കഴിഞ്ഞു. ഡാമിന് വേണ്ടിയുള്ള സ്ഥലം അക്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാനും സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ ഒരു സ്ഥലമുണ്ട്, ഒരു 10 ഏക്കർ സ്ഥലം. അത് ഡാമിന്റെ കാച്ചുവെന്റ് ഏരിയയിൽ പെട്ടതാണ്. അതിന് ഞാൻ 100, 101, 102 ആയിട്ട് ബാർ 22 ആയിട്ടായിരുന്നു തോന്നുന്നു. അവിടെ ഞാൻ അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റില് അപേക്ഷ കൊടുത്ത് ഞങ്ങളുടെ 4 സബ്ജക്റ്റ് 896 സർവേയില് ഡാമിന് വാട്ടർ ലെവലിന് ഉള്ളിലാണ്. എന്നാൽ ഇത് ഫോറസ്റ്റ് കേസ് ട്രയൽ നടക്കുമ്പോൾ അത് അക്വസിഷൻ നടന്നില്ല. നമുക്ക് വിധിയായപ്പോൾ ഈ പരിപാടി നിന്നും പോയി. ആ ജഡ്ജ്മെന്റ് എല്ലാം കൂട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതുവരെയും ഡാമിന് വേണ്ടി അവര് അക്വസിഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് മൂലം ഇത് എടുത്തോളത്തെ സ്ഥലം കംപ്ലീറ്റ് സ്ഥലവും വനമായി മാറി. ഈ കാട്ടുമൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേ ആയി. ഈ ഡാം ഉണ്ടായാൽ മാത്രമേ ഈ നാട്ടിലേക്ക് ഒരു വികസനം ഉണ്ടാവുള്ളൂ. ജനങ്ങളെ വളരെയധികം പീഡിപ്പിക്കുകയാണ് ഇപ്പൊ ഈ അക്വസിഷൻ. ഒന്നുപോലെ ഈ ഏറ്റെടുത്ത ഭൂമി അതാത് വ്യക്തികളെ വിളിച്ച് നേരിട്ട് ഭൂമി ഏൽപ്പിക്കുക, അല്ല എങ്കിൽ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. ഇതാണ് വേണ്ടത് ഈ നാട്ടിലേക്ക്. ഞങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെടാണ്. റോഡില്ല, ഒന്നുമില്ല. ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഗൂളിക്കടവിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ് നന്നാക്കാൻ പറഞ്ഞ് പല പ്രാവശ്യം പെറ്റീഷൻ കൊടുത്തിട്ട് നടന്നില്ല. ലാസ്റ്റ് ഞാൻ ഹൈക്കോടതിയിൽ എൻ്റെ സ്വന്തം ചെലവില് WPC 10-833/12 അത് വെച്ചിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത് 3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കോടതി വിധിച്ചു. ചെയ്തില്ല. വീണ്ടും ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. ആ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടാണ് 22,30,00,000 അനുവദിച്ചത്. അതെല്ലാം ഇവിടുത്തെ ഫയൽ നോക്കിയാൽ അറിയാം. ഇവിടുത്തെ ഇതിപ്പോൾ ഞങ്ങൾ വളരെ വനത്തിൽ നിൽക്കുന്ന പോലെയായി. കാട്ടുമൃഗങ്ങൾ കുരങ്ങും മാത്രമേ ഉള്ളൂ. കൃഷിനാശം കംപ്ലീറ്റും. ഒരു ഇടിയലിന് 10 ടൺ തേങ്ങ വീണുകൊണ്ടിരുന്ന ഇപ്പൊ അരച്ചു കൂട്ടാൻ തേങ്ങ കടയിൽ നിന്ന് മേടിക്കണം. ആ രീതിയിൽ വന്നു. ഒരു ഇടിയലിന് 10 ടൺ. ഇപ്പൊ കുരങ്ങിന് നാശനഷ്ടം. തെങ്ങ് ചോടോടെ പറിച്ചാലേ കാശുള്ളൂ, തെങ്ങിന്റെ ആദായത്തിന് കാശില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മടക്കി. ഇപ്പൊ ഞാൻ അതിന് ഹൈക്കോടതിയിൽ വീണ്ടും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. വളരെയധികം ഞങ്ങൾ ത്യാഗപ്പെട്ടാണ് പോകുന്നത്. ഇതിൽ കൂടി പറമ്പിലേക്ക് പോകാനുള്ള റോഡ് പണിയാൻ വേണ്ടി അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റിലേക്ക് നമ്മൾ അപേക്ഷ കൊടുത്തു. അവർ ചെയ്തില്ല. ജനങ്ങളാൽ 1000-ഓളം ഒപ്പ് മേടിച്ച് പല ഏരിയയിൽ നിന്നുള്ള താമസക്കാരുടെ ഈ റോഡിൽ കൂടി വേണം പോകാൻ. ആ റോഡ് ശരിയാക്കാൻ പറഞ്ഞിട്ടും അവർ തന്നില്ല. അതിന്റെ അവര് വളരെ മുടക്കാണ്. ഡാം ഉണ്ടായാൽ റോഡ്, ഡാം ഉണ്ടാവുന്നവരെ ജനങ്ങൾക്ക് പോകണ്ടേ? ജനങ്ങൾ പോകാതിരിക്കാൻ പറ്റുമോ? എന്താണ് അഭിപ്രായങ്ങള്? അത് തെറ്റല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്? ഒന്നുകൂടെ പ്രവൃത്തി നടപ്പിലാക്കുക. ഇല്ലെങ്കിൽ ഈ അക്വസിഷൻ ചെയ്ത ഭൂമി കംപ്ലീറ്റും അതാത് വ്യക്തികളെ വിളിച്ചിട്ട് നിരുപാധികം വിട്ടുകൊടുക്കുക. ഇത് പൂർവസ്ഥയെ പ്രാപിക്കുക. ഇതാണ് വേണ്ടത്. അല്ലാതെ ഇതൊരു മഹാമോശമായ പ്രവൃത്തിയാണ്. ഒരു തമിഴ്നാട് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് ഇതിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിന് അപ്പുറം ചെറുവാണിപ്പുഴയിൽ നിന്നും ഭവാനിപ്പുഴയിൽ നിന്നും അവിടെ ചെല്ലുന്നുണ്ട്. വരയാർ ഇങ്ങനെ 2-3 പുഴകളിൽ നിന്ന് വേണ്ട വെള്ളം അവിടെ ചെല്ലുന്നുണ്ട്. ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി ഇത് മൊത്തം ഇവിടെ വെള്ളം കുടിച്ചു തീർക്കാണോ? വെള്ളം അങ്ങോട്ടല്ലേ പോകുന്നേ? കൃഷിക്ക് ആവശ്യമായ വെള്ളം അല്ലേ ഇവിടെ എടുക്കുള്ളൂ. അല്ലാതെ ഇവിടെ വേറെ ഒരു ആവശ്യത്തിന് എടുക്കാൻ ഇല്ലല്ലോ. വാട്ടർ ലെവലിന് മുകളിലേക്ക് വെള്ളം കയറണമെങ്കിൽ വാട്ടർ ലെവലിന് മുകളിൽ വെള്ളം സ്റ്റോറേജ് ആയാൽ മുകളിലേക്ക് ഏതെങ്കിലും പമ്പുകൾ വെച്ചിട്ടല്ലേ വെള്ളം എടുക്കുള്ളൂ. അല്ലാതെ വേറെ എന്താണ് എടുക്കുന്നത് മറ്റുള്ളവർ കൃഷിക്കാർ? ഇത് ഈ പ്രവണത ശരിയല്ല. അത് ജനങ്ങളെ ഭാരപ്പെടുത്തുന്ന. 2 പ്രാവശ്യം ഗവൺമെന്റ് ഞങ്ങൾ പല അപേക്ഷകളും കൊടുത്തു, നടന്നിട്ടില്ല. ഇതൊരു തീരുമാനം ഉണ്ടാവണം. അല്ലെങ്കിൽ അതാത് ഭൂമികള് ആ ഡോക്യുമെന്റ് വെച്ചിട്ട് അവരെ തിരിച്ചേൽപ്പിക്കുക. സർക്കാർ കൊടുത്തിരിക്കുന്ന പൈസ അവരോട് മേടിക്കുക.